കോമഡി ഫീൽ ഗുഡ് മൂവീസിൻ്റെ ഒരു ഉൽപ്പാദന ഫാക്ടറിയാണ് സത്യനന്ദിക്കാട് ഫാമിലി. അപ്പോൾ സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ ഡയറക്ടർ വർഷങ്ങളോളം ഈ ഒരു ജോണറിലുള്ള മൂവീസാണ് ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ ആളുടെ മക്കളും അതേ പാത തന്നെയാണ് പിന്തുടരുന്നത്. അപ്പോൾ ആളുടെ മകനായ അഖിൽ സത്യൻ പാച്ചവും അത്ഭുതവിളക്കും എന്ന മൂവിക്ക് ശേഷം രണ്ടാമത്തെ മൂവിയായിട്ട് ചെയ്ത മൂവിയാണ് സർവമായ. അപ്പോൾ ഈ ജോണറിൽ പറ്റിയ ഒരു ആക്ടറായിട്ടാണ് നിവിൻ പോളിയെ തോന്നിയിട്ടുള്ളത്. പക്ഷേ നിവിൻ പോളിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഹിറ്റുകളൊന്നുമില്ല. ആളാണ് ഈ പടത്തിലെ നായകൻ. സോ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് ടു ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ സർവം മായ. രണ്ടര മണിക്കൂറോളം ലെങ്ത് ഉണ്ട് ഈ മൂവിക്ക്. പിന്നെ ഈ മൂവിയിലെ മേജറായിട്ട് എടുത്തു പറയാനുള്ള ഒരു ഫാക്ടർ നിവിൻ അജു കോംബോ ആണ്. അങ്ങനത്തെ ഒരു കോംബോ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടർ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ആക്ച്വലി ഈ പടം കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സമയം പോകുന്നത് ഈ പടം കണ്ടാൽ അറിയില്ല എന്നുള്ളതാണ്. കാരണം അത്ര ബ്രീസി ആയിട്ടാണ് ഈ പടം പോകുന്നത്. കാരണം ഈ പടം തുടങ്ങി ഇൻ്റർവെൽ ആയത് അറിഞ്ഞതേ ഇല്ല. ലൈക്ക് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് വന്ന് പോകുന്നു, ഒരു 10 മണിക്കൂർ മാക്സിമം ആ ഒരു ഫീലേ വന്നിട്ടുള്ളൂ. 1.5 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മൊത്തം റൺ ടൈം 2.5 മണിക്കൂർ ഉണ്ടെങ്കിലും ആ ഒരു റൺ ടൈം ഒരിക്കലും ഫീല് വരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ലാഗ് പടത്തിൽ എവിടെയില്ല. കാരണം അത്രത്തോളം ഈസി ഗോയിങ് ആയിട്ടാണ് പടം പോയിട്ടുള്ളത്. ബ്രീസി ആയിട്ടാണ്, നമുക്കൊരു ബുദ്ധിമുട്ടില്ല പടം കാണുമ്പോൾ. പിന്നെ പടത്തെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് പടം. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടമായി ഈ പടം. കാരണം നമ്മളൊരു പടം കാണുമ്പോൾ എന്താണ് വേറെ എല്ലാം വിട്ട് ടെൻഷനൊക്കെ വിട്ട് റിലാക്സ് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചേരുവകളെല്ലാം ഈ പടത്തിലുണ്ട്. പടം കഴിഞ്ഞിറങ്ങുമ്പോഴും ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടായിരിക്കും. ആണല്ലോ ഫീൽ ഗുഡ് മൂവി പറയുന്നത്. അപ്പോൾ ഒരു പക്ക ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ഇതിനെനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എടുത്ത് പറയത്തക്ക ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിവിൻ പോളി ആളുടെ ആ പ്രഭാവത്തിലേക്ക് തിരിച്ചു വന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അതിൽ പറയാനുള്ള ഡെലൂലു ആയിട്ട് വന്നിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. ഷി വാസ് ക്യൂട്ട് ഓൺ സ്ക്രീൻ. അതായത് നല്ല രസമായിരുന്നു. അവർ തമ്മിലുള്ള ഡൈനാമിക്സ് ഒക്കെ നല്ല രസമായിരുന്നു. ജുവറീസും വാസ് ഫൈൻ, രസമായിരുന്നു. ലൈക്ക് കുറേ കോമഡിക് സംഭവങ്ങളുണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. ആകെ തുകയിൽ എനിക്ക് നല്ലൊരു ഫിലിമായിട്ടാണ് തോന്നിയത്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ബ്രീസി ആൻഡ് ഐ ഡോണ്ട് തിങ്ക് യു ഗോണ ഹേറ്റ് ഇറ്റ്. യു ഗോണ ലൈക്ക് ഇറ്റ് ഡെഫിനറ്റ്ലി. അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് എങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഗോ ഫോർ ഇറ്റ്.